ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴവും മുട്ടയും ഉണ്ടെങ്കിൽ രാവിലെ ചായൻ്റെ കൂടെയോ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാർക്ക് 2 പഴം കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് തേങ്ങ ചെരുവിയതും ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായൻ്റെ ഉള്ളിലെ കുരും, മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. ഞാനെടുത്ത പഴം അധികം മധുരമില്ലാത്ത പഴമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്ത പഴം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പൊടികൾ എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കട്ടിയിലാട്ടോ മാവുള്ളത്. ഇത് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോ കയ്യിൽ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കണ്ടട്ടോ ഞാനിത് പൊരിച്ചെടുക്കണത്. നിങ്ങൾക്ക് അധികം എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളറാകുന്ന വരെ ചുട്ടെടുക്കണം. രണ്ട് ഭാഗം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി തന്നെ ഒന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുട്ടയും പഴവും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.